വർഗീസേ, എനിക്ക് പോയാല് വെള്ളം ഇറങ്ങി കാത്തു നിൽക്കാൻ ഒക്കൂല. പോരയില് മോളൊറ്റക്കുള്ളൂ. നീ ഇവിടെ നിൽക്ക്. എന്തേ? ശരി. പിന്നെ വല്ല മഞ്ഞോ വരികയാണെങ്കിലേ അനക്ക് ആ ഏറുമാടത്തിൽ കയറി കിടക്കാം. അതോ? അത് ചാക്കോച്ചന്റെ ആ കാട് മാത്തുക്കുട്ടിയുടെ നായാട്ടിന് വേണ്ടി കെട്ടിണ്ടാക്കിയതാ. ഓം വെല്ലപ്പിളേ വരൂ. ഞാൻ കൂപ്പി കിടന്നോളാം കാർക്ക. മരുന്ന് തുടർന്ന് ഇത് തന്നെ കഴിച്ചാൽ മതി. കഴിയുന്നതും ശരീരം സൂക്ഷിക്കണം. അപ്പ എന്റെ ഡാഡി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു വാശി കൂടുതൽ. പക്ഷേ അവിടെ ചാരായം പോരണം നമുക്ക് തന്നെ കിട്ടി. മാണി എപ്പോ വന്നു? ഇരിക്കൂ. ചാക്കോച്ചന് സുഖമില്ലെന്ന് എന്റെ മോളി ഫോൺ ചെയ്തപ്പോ ഞാൻ പഴയ വഴക്കുകളെല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. എങ്ങനെയുണ്ടാ സുഖം? ഓ, അത്രയ്ക്കൊന്നുമില്ല. കാലാകാലത്ത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം. എല്ലാ അപ്പന്റെ പേര് തന്നെ ഇപ്പോഴും കിടക്കുന്നത്. ചാക്കോച്ചൻ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തിന്? മരണനികുതി അടയ്ക്കാതിരിക്കാൻ. നമ്മളെ പാറായിലെ കൊച്ചാപ്പത്തരകനില്ലേ, ചാക്കോച്ചന്റെ പ്രായം കാണില്ല. പെട്ടെന്നായിരുന്നു. ഒന്നും എഴുതി വെക്കാതെ മരിച്ചത്. 7 അമ്മക്കള്. ദേ കയറി പിടിച്ചില്ല ഇൻകം ടാക്സുകാര്. 30 ലക്ഷം ആ മരണനികുതി അടയ്ക്കാൻ ഓർഡറായത്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവരുതല്ലോ. ബന്ധുക്കളായി ഞങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞുതരാൻ. മോളി, നിന്റെ അപ്പന് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാണി, എനിക്കൊരു ക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ. പോത്തിന്റെ കാതി വേദം ഓതുന്ന മാതിരി ഡാഡിയുടെ പറച്ചിലുകൊണ്ട് ഒന്നും കാര്യമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്നാ പറയാനാടി? മറ്റു വല്ലതും ചെയ്യണം. എന്റെ മോനെ നിങ്ങൾക്ക് പിടിച്ചിക്കണല്ലോ. കണ്ണൂർ അഹമ്മദ് സാഹിബിന്റെ മോളെ ഓൾക്ക് വേണ്ടാന്ന് പറയാൻ മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവര് കുത്തി വർത്താനം പറയണത്? അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. എന്താ അഹമ്മദ് സാഹിബേ? തന്നെ ശ്രീധനായിട്ട് അതാണ് അപ്പന്റെ പൂടിയല്. നിങ്ങളെ മോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്നു. ആന മെലിഞ്ഞാൽ ആരും തൊയ്ത്ത് കെട്ടൂലോ. പടച്ചോന്റെ ബർക്കത്തുണ്ടായിട്ട് അഹമ്മദ് സാഹിബിന് തടി കൂടിയിട്ടേ ഉള്ളൂ. അത് പിടി. മൂപ്പരെ കച്ചവടവും ഏർപ്പാട് മുഴുവനും ഗൾഫിലാന്ന് ആചാരിക്ക് അറിയാലോ. പിയാപ്പളനെ ദുബായി കൊണ്ടുപോയി അവനവിടെ. അത് വേണ്ട കാര്യം. ഞമ്മൾ 3-4 കെട്ടിക്കണെങ്കിലും ഞമ്മ കാണായിട്ടും പെണ്ണായിട്ടും സുലൈമാൻ ഒരു മോനേ ഉള്ളൂ. ഓനെ കോഴിക്കോട്ടുകാര് മാപ്പിളാര് വീട്ടു പിയാപ്പളനെ എടുക്കണ ജയിലിക്ക് ഇരുട്ടത്ത് ചൂട്ടും കത്തിച്ച് ഇങ്ങളെ മോളാറിലേക്ക് നമ്മൾ വിടൂല. ഓൻ പെണ്ണുകെട്ടി ഇവിടെ കൊണ്ടുവരണം. ആചാരം ഇഷ്ടം. നമ്മളിതിനകത്ത് തർക്കിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് ദിവസവും തീയതി നിശ്ചയിക്കാലോ. പുറത്തൊരാള് വന്ന് നിൽക്കുന്നു. പെരുത്ത് നേരായി. ഓ നട്ടപ്പാലേക്ക് തുറയെ കൊള്ളാത്തെന്ന് പറഞ്ഞിരിക്കും. മനുഷ്യന്മാര് വർത്താനം പറയുന്ന ഇടയിലാണോ നീ വന്ന് കുത്തിക്കാണ്? അല്ല, ഇല്ലത്തെ വല്യമ്പ്രാനല്ലേ ഇത്? ഇവിടെ നിൽക്കുകയാണോ? കയറി കുത്തിരിക്കും. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കാണണം. മൂപ്പരെ അകത്ത് കൂട്ടം പറയാണ്. ഇപ്പം വരും. ഇല്ലത്തെ വല്യമ്പ്രാട്ടിക്കും കുട്ടികൾക്കും ഒക്കെ സുഖാണോ? ഇപ്പോഴും അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ കഴിയോ തമ്പ്രാൻ? അടിയൻ അവിടുത്തെ ആലയിലെ ചാണം വാരി കഴിഞ്ഞോളല്ലേ. തമ്പ്രാന് കുടിക്കാൻ ഇവിടുത്തെ ആകുമ്പോ നമ്മള് വിളഞ്ഞു കിടിക്കട്ടെ. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കണ്ടാ മതി. വയസ്സിന് എളുപ്പാണെന്ന് നല്ലത്. പെണ്ണ് കെട്ടുകയാണെങ്കിൽ ഓളെ 2 കല്യാണത്തിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഔത്താക്കണം. ഏത് നമ്പൂരിച്ച് എന്താ വന്നത്? ഇതാരാന്നറിയോ നിങ്ങൾക്ക്? ഞമ്മള് ജമ്മിയാ. ഏറി മനമനക്കലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ വലിയ നമ്പൂരിയാ. മുമ്പ് ഈ നാട് മുഴുവൻ ഇവരെ കയ്യിലായിരുന്നു. ഇപ്പോഴരപ്പും ചിരട്ടയായി നടക്കുക. അപ്പൊ പറഞ്ഞ പോലെ 10 കണ്ണൂർ വെച്ച് കാണാം. കാണാം. കാതറുകുട്ടി സാഹിബിനെ നിങ്ങൾ ക്ഷണിക്കോ അത് നമ്മൾ വിളിക്കണം? നമുക്ക് 2 കൂട്ടർ കൂടി വിളിക്കാം. എന്തിനാ വന്നത്? എരപ്പും ചിരട്ടയായിട്ട് തന്നെയാ വന്നത്. ഉള്ള ഭൂമി മുഴുവൻ പോയി. കുടിയന്മാരാഞ്ച നിങ്ങളാൽ ചിലരല്ലേ. 5-6 വയറ് കഴിയണം. ഉള്ള കാലത്ത് ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികൾക്കല്ലേ കൊടുത്തത്? അന്ന് അസ്രാനിയോട് പോയി ചോദിക്കാഞ്ഞിട്ടല്ല. പിന്നെ ഉളുപ്പില്ലാതെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് എന്തിനാ ധർമ്മത്തിന് വന്നത്? നാണം കെട്ട് വീണ്ടും ചോദിക്കുക. എന്നെ സഹായിക്കണം. അടുത്ത നാള് എന്റെ അച്ഛന്റെ ശ്രാദ്ധ. അതിനുവേണ്ടി ചത്തോലൊക്കെ വെച്ച് വിളമ്പാൻ അല്ലേ?
ഈ പിച്ചക്കല്ല ഞാൻ വന്നത്. ഇല്ലമ്മ ഭൂമിയില്ലേ കൈവശം? അതിന്റെ പാട്ടവും ഭാരം ഉറപ്പിക്കാൻ വന്നാണെങ്കിലേ അല്ല, പുതിയ നിയമം വന്ന് മൂപ്പർ അറിയില്ലേ? പിന്നെ നിന്റെ സ്വത്തിന്റെ മുഴുവൻ പൈസ പ്രഭുവിനെ കെട്ടിവെച്ചാ ഞാൻ പട്ടയം വാങ്ങിയത്. ഇനി അപ്പേരും പറഞ്ഞ് ഇങ്ങോട്ട് വേണ്ട, കടന്നു പോയില്ലേ പുറത്ത്. കുഞ്ഞമ്മൂട്ടി, മുമ്പ് നീയും എന്റെ ഇല്ലത്തെ പഠിക്കൽ ധർമ്മത്തിന് വന്നവനാ. അന്ന് വാരിക്കോരി കൊടുത്ത ഈ കയ്യ ഇന്ന് നിന്റെ മുമ്പിൽ നീട്ടുന്നത്. ഇനി വരില്ല. മുതലാളി, മോന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചില്ലേ? അതിനടക്കത്തേണ്ടത് തൂറാൻ കളി. അല്ല സുലൈമാനി, ഞാൻ പറയാൻ തന്നെ നേരെ വാളെടുക്കരുത്. എടുക്കൂല, പറഞ്ഞോ. നമ്മളെ കുന്നുമേലെ കാതൽക്കാരന്റെ മോളായിട്ട് ഞാൻ കണ്ടതാ. എന്ത്? ഓളി രണ്ടുപേരും പൊന്തക്കാട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മ കൂട്ടണേ. സുലൈമാൻ എന്റെ മോനാ. ആ പ്രായത്തിൽ ഞാനും കുറെ കളിച്ചതാ. ആ, ഇത് കളിയല്ല, കാര്യാവും. ഓനോട് പണം ഉണ്ടാക്കിയടാ. ഞാൻ കണ്ടവനിക്കാവാ ആയി പോവും. ജന്മത്തിൽ പാപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എന്താ അത്? നമ്മൾ ജനിക്കുന്നതിന് മുൻപത്തെ ജന്മം എനിക്കുറപ്പാണ്. അന്നും നമ്മൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും നാം ഇങ്ങനെ കണ്ടുമുട്ടുമായിരുന്നില്ല. അന്ന് നമ്മൾ എന്ത് ജാതിക്കാരായിരുന്നു? അറിയില്ല. മനുഷ്യർക്കല്ലേ ജാതിയുള്ളൂ. ചിലപ്പോ ആനയോ പൂച്ചയോ കിളിയോ ആയിരിക്കും. നമ്മൾ കല്യാണം കഴിച്ചിരിക്കോ? ഉണ്ടാവില്ല. ഇതുപോലെ കണ്ടു, ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹം. പക്ഷേ ഒടുവിൽ നാം... സാവിത്രി, എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നും നാം ഇങ്ങനെ തന്നെ ജീവിക്കും. പാപ്പച്ചനറിയില്ല. നിങ്ങളുടെ ഇല്ലത്തെ സ്വത്ത് നശിച്ചെങ്കിലും ആചാരമൊക്കെ മുമ്പത്തേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. ഓർത്താൽ ഒരു നമ്പൂരി സ്ത്രീയുടെ ജീവിതം കഷ്ടമാണ്. 2ഉം 3ഉം വേലി കഴിച്ച് ഒരു വൃദ്ധ ബ്രാഹ്മണനെ ഭർത്താവായി കിട്ടിയാൽ ഭാഗ്യമായി. പിന്നെ ആ തിരുമേനിയുടെ മറ്റു ഭാര്യമാരുടെ ആട്ടും വെപ്പും കേട്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ ബാല്യത്തിലെ വിധവയാവുക. വച്ചിലെ കല്ലുവിളക്ക് പോലെ ഏതാനും കൊല്ലം മുനിഞ്ഞു കത്തി എണ്ണ വറ്റി പടുതിരി കത്തി കെട്ടണിയ. അതാ വിധി. നിനക്കാ ഗതി വരില്ല സാവിത്രി, ഞാൻ സമ്മതിക്കില്ല. കാണിക്കുന്നത് അയ്യോ തിരുമേനി, മതി. അവൾ ചെയ്ത തെറ്റിന് ഇനിയുള്ള ശിക്ഷ ഞാൻ കൊടുക്കാം. കർത്താവേ, ഇല്ലത്തെ കുട്ടിയല്ലേ ഇത്? എന്ത് പറ്റി? അമ്മച്ചി, ഞാൻ കാരണം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ചേട്ടത്തി, ഇവർ രണ്ടുപേരും കൂടെ ആ വഴിയിൽ ഇരുട്ടത്ത് നിൽക്കുകയായിരുന്നു. എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ. ഞാനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. വർഗീസേ, നീ എന്തായി കാണിച്ചത്? എന്റെ മോനെ കൊണ്ട്... അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തമ്മിൽ പിരിഞ്ഞ് ജീവിക്കില്ലെന്ന്.
സ്നേഹിച്ച പെണ്ണിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം പാപ്പത്തിന്റെ കൈ വിലങ്ങൊന്നും വേണ്ടിട്ടില്ലോ. ചേട്ടതി, അനുഗ്രഹമില്ലാത്തവന്റെ കയ്യിൽപ്പെട്ട് ഈ പെണ്ണ് കാലാകാലം കണ്ണുനീര് കുടിക്കുന്നത് നിങ്ങളുടെ മകനെ കാണാൻ ഇടവരരുത്. അനുഭവിച്ചവർക്ക് ആ വേദന അറിയൂ. ഇവിടെ അനാഥയാക്കരുത്. സാവിത്രിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാല് അവൾ പിന്നെ ജീവിക്കില്ല. അമ്മച്ചി അത് ചെയ്യരുത്. മോനെ, നീ അങ്ങനെയാണ് ഈ അമ്മച്ചിയെ കരുതിയത്. ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ പോലും ഈ അമ്മച്ചി അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല. മോളെ, ഇനി എന്റെ മോടെ വീട് ഇതാണ്. അറിഞ്ഞോടേ, നിന്റെ ആങ്ങടവൻ പാപ്പച്ചൻ ഒരു നമ്പൂതിരി പെണ്ണിനെ കൊണ്ടുപോയി രജിസ്റ്റർ കല്യാണം കഴിച്ചത്. ഇതുവരെ എന്റെ ബന്ധുക്കാർ ദരിദ്രവാസികളാണെന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു അന്യജാതിക്കാരി പെണ്ണിനെ വീട്ടിൽ പിടിച്ച് കയറ്റി എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ച്. നാറികള്. അതിലെന്താ എത്ര നാണിക്കാൻ? എന്താ പറഞ്ഞത്? പാപ്പച്ചനൊരു അന്യജാതിക്കാരെ വിവാഹം കഴിച്ചല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലെ നാനാജാതിക്കാരെ വെപ്പാട്ടികളാക്കി വെച്ചിട്ടില്ലല്ലോ. എന്റെ പാപ്പ ഇപ്പൊ പണി കഴിഞ്ഞു വരും. എനിക്ക് പോണം. പോകാനേ? കൊച്ചുമുതലാളി നാട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, ഞാൻ കോഴിക്കോട്ട് മരക്കച്ചവടമായിട്ട്. ഇവിടെ ഈ കച്ചവടം അല്ലേ? ഇത് നഷ്ടം വരില്ല, മുതൽ മുടക്കില്ലല്ലോ. വർഗീസേട്ടനെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെപ്പോലെ പണക്കാരനായ ഒരു ചെറുപ്പക്കാരന് ഒരു പാവപ്പെട്ട പെണ്ണെ വളച്ചെടുക്കാൻ എളുപ്പമാണ്. അവൾ പിഴച്ചാൽ ഏറ്റെടുക്കാനാണ് പ്രയാസം. അവിടെ നിങ്ങൾ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം പെണ്ണാണ്. അതാണ് പലരുടെ അനുഭവം. നിങ്ങളെന്റെ ബാപ്പ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനതല്ല. അവളുടെ ബാപ്പ ഒരു പാവം മനുഷ്യനാണ്. കാരണ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സൈനബ ഞാൻ നിക്കാഹ് കഴിക്കാൻ പോവാ. അവൾക്ക് ഞാൻ ഒരു ദോഷവും വരുത്തൂല. അതിന് ഹാജിയാർ സമ്മതിക്കോ? ബാപ്പ എതിർത്താലും ഞാൻ അവളെ കെട്ടും. നല്ലത്. പറയുമ്പോൾ വിഷമം തോന്നരുത്. അത് കഴിഞ്ഞിട്ട് പോരെ ഈ കൂട്ടുകെട്ട്.